ഡിസ്നിയുടെ ദ ലയൺ കിങ് എന്ന പ്രശസ്ത കാർട്ടൂൺ സിനിമയെ ആസ്പദമാക്കി 2019 പുറത്തിറക്കിയ ഒരു കമ്പ്യൂട്ടർ ആനിമേറ്റഡ് മ്യൂസിക്കൽ ഡ്രാമ ഫിലിമാണ് ദ ലയൺ കിങ്. ഒരുപാട് കളക്ഷൻ വാരിക്കൂട്ടി വമ്പൻ ഹിറ്റായ ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കാടാണ്. ആ കാട്ടിലെ ജീവികളെല്ലാം പ്രത്യേക തരത്തിലുള്ള വിളംബരം കേട്ട് കൂട്ടത്തോടെ ഒരിടത്തേക്ക് പോകുന്നു. സീബ്രകളും ജിറാഫും ആനയും തുടങ്ങി എല്ലാ ജീവികളും കൂട്ടത്തോടെ ചെല്ലുന്നത് അവരുടെയൊക്കെ രാജാവായ മുഫാസയുടെ അടുത്തേക്കാണ്. കൂട്ടത്തിനിടയിലൂടെ മുഫാസയുടെ മന്ത്രിയായ കുരങ്ങൻ ഒരു വേരുമായി അവിടേക്ക് കയറി വരുന്നു. ശേഷം മുഫാസ തന്റെ റാണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർക്ക് ഒരു കുഞ്ഞ് പിറന്നിരിക്കുകയാണ്. ഉടൻ കുരങ്ങൻ അവിടേക്ക് വന്ന് തന്റെ കയ്യിലിരുന്ന വേര് മുറിച്ചുകൊണ്ട് അതിന്റെ മഷി ഉപയോഗിച്ച് അവന്റെ നെറ്റിയിൽ വരയ്ക്കുകയും ശേഷം അവനെ എടുത്തുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയും അവരുടെ ഭാവി രാജകുമാരനെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു. രാജകുമാരനെ കണ്ട് എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് സിനിമ തുടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് മുഫാസയുടെ അനിയനായ സ്കാറിനെയാണ്. പെട്ടെന്ന് മുഫാസയുടെ സേവകൻ അവിടേക്ക് വരികയും നിങ്ങളുടെ ചേട്ടന്റെ മകനെ കാണാൻ എന്തുകൊണ്ടാണ് ഇന്ന് വരാഞ്ഞതെന്നും നിങ്ങളോട് രാജാവിനെ ഒന്ന് പോയി കാണാൻ പറഞ്ഞിട്ടുണ്ടെന്നും സാസു പറയുന്നു. എനിക്കങ്ങനെ ഒരുത്തനെയും കാണേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്കാർ സാസുവിന് നേരെ തിരിയുകയും അവന്റെ പുറത്തേക്ക് ചാടി വീഴുകയും ചെയ്യുന്നു. എന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാസു വിളിക്കുമെങ്കിലും സ്കാർ അവനെ തിന്നാൻ ശ്രമിക്കുകയും പെട്ടെന്ന് മുഫാസ അവിടേക്ക് കയറി വരികയും ചെയ്യുന്നു. എന്റെ മകനായ സിംബയുടെ ചടങ്ങിന്റെ സമയത്ത് നീ എന്താണ് വരാതിരുന്നതെന്ന് മുഫാസ ചോദിക്കുമ്പോൾ അത് ഞാൻ മറന്നുപോയതുകൊണ്ടാണെന്നൊക്കെ സ്കാർ പറയുന്നു. യഥാർത്ഥത്തിൽ സിംബ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അടുത്ത രാജാവാകേണ്ടത് സ്കാർ ആയിരുന്നു. അതിന്റെ ദേഷ്യത്തിലാണ് അവനുള്ളത്. കുറച്ചുനേരം അവർ തമ്മിൽ സംസാരിച്ച ശേഷം എനിക്ക് പകരം ഇനി ഭാവിയിലെ രാജാവ് നിന്റെ മകനല്ലേ എന്നും ഇനിയിപ്പോ അങ്ങനെ തന്നെ നടന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സ്കാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവൻ എന്റെ മകനോട് ദേഷ്യമുണ്ടെന്നും ഞാനിപ്പോ എന്ത് ചെയ്യാനാണെന്നും ഒക്കെ മുഫാസ പറയുമ്പോൾ അയാളെ ഇവിടെ നിന്ന് നാട് കടത്തുന്നതായിരിക്കും നല്ലതെന്ന് സാസു പറയും. അവൻ എന്റെ അനിയനാണ്, ഇത് അവന്റെയും വീടാണ്, ഞാൻ രാജാവായിരിക്കുന്നിടത്തോളം കാലം അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് മുഫാസ പറയും. അന്ന് രാത്രി കുരങ്ങൻ മരത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ജീവികൾ ഇരിക്കുന്നതായി കാണുകയും അവിടെയുള്ള കുറച്ചുകൂടി ജീവികളെ പിടിച്ച് കൂട്ടമായി ആ ഭാഗത്തേക്ക് വെച്ച ശേഷം പൊടിയെടുത്ത് അവയുടെ മുകളിലേക്ക് ഊതുകയും ശേഷം നോക്കുമ്പോൾ അവിടെ ഒരു സിംഹത്തിന്റെ രൂപം വന്നതായി കാണുകയും ചെയ്യും. അത് സിംബയുടെ അടയാളമായി അയാൾ അവിടെ രേഖപ്പെടുത്തി വയ്ക്കും. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു. സിംബ നേരെ അച്ഛന്റെ മുകളിലേക്കൊക്കെ ചാടിക്കയറി എഴുന്നേൽക്കാനൊക്കെ വിളിക്കുകയും പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അച്ഛനെ നിർബന്ധിക്കുകയും ചെയ്യും. അങ്ങനെ അച്ഛൻ അവനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു. അച്ഛൻ രാജാവല്ലേ, നമുക്ക് വേട്ടയ്ക്കുള്ള ആജ്ഞ എങ്ങാനും കൊടുത്താലോ എന്നൊക്കെ മകൻ ചോദിക്കുമ്പോൾ നീ മിണ്ടാതെ എന്റെ കൂടെ വരാൻ മുഫാസ പറയുന്നു. അദ്ദേഹം നേരെ അവിടുത്തെ ഉയരമുള്ള മലയുടെ മുകളിൽ കയറി നിൽക്കുകയും മകന് ചില ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ സിംബ, പ്രകാശം പതിക്കുന്നത് മുഴുവനും നമ്മുടെ സാമ്രാജ്യമാണ്. ഇപ്പോ ഈ സാമ്രാജ്യം മുഴുവൻ ഭരിക്കുന്നത് ഞാനാണ്. ഒരിക്കൽ എന്റെ ഈ ഭരണത്തിന്റെ സൂര്യൻ അസ്തമിക്കും, പിന്നെ നീയായിരിക്കും ഈ സാമ്രാജ്യം ഭരിക്കുന്നത്. അപ്പോ ഇതെല്ലാം എന്റേതാകുമോ എന്ന് സിംബ ചോദിക്കുമ്പോൾ അതെ, പിന്നീട് ഇത് നിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും അതൊരു വലിയ ഉത്തരവാദിത്തമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ അച്ഛനെന്ന് അവനെയും കൊണ്ട് നടന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ രാജാവായി കഴിയുമ്പോൾ ഉറുമ്പുകളെ മുതൽ മാനുകളെ വരെയും പരിഗണിക്കണമെന്ന് മുഫാസ പറയുമ്പോൾ പക്ഷേ നമ്മൾ മാനുകളെ തിന്നാറുണ്ടല്ലോ എന്ന് സിംബ ചോദിക്കും. അതെ, നമ്മൾ മാനുകളെ തിന്നാറുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ പുല്ലായി മാറും. ആ പുല്ല് മാനുകളും തിന്നും. അതൊക്കെ ഒരു ജീവിത ചക്രത്തിൽ പെട്ടതാണെന്ന് മുഫാസ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അന്ന് സിംബ മറ്റുള്ള സിംഹങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടെ അവൻ അവിടെ ഒരു വണ്ടിനെ കാണുകയും അവിടേക്ക് ചെന്ന് പതിയെ അതിനെ പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അവൻ അതിന്റെ പിറകെ പോയി സ്കാറിന്റെ ഗുഹയുടെ അടുത്തെത്തുന്നു. ഒരു സിംഹത്തെ ഒരിക്കലും വണ്ട ആക്രമിക്കില്ലെന്നും നീ എന്തിനാണ് അതിന്റെയൊക്കെ പിറകെ പോകുന്നതെന്നും സ്കാർ പറയുകയും അവൻ നടന്ന് സ്കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അച്ഛൻ ഇപ്പോൾ എനിക്ക് ഈ സാമ്രാജ്യം മുഴുവൻ കാണിച്ചു തന്നതേ ഉള്ളൂവെന്നും അധികം വൈകാതെ ഞാനാണ് ഇതെല്ലാം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നും അവൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ രാജാവായി കഴിഞ്ഞാൽ കൊച്ചച്ഛൻ എന്ത് ചെയ്യണമെന്ന് വരെ ഞാനായിരിക്കും കൽപ്പിക്കുന്നതെന്ന് അവൻ പറയുകയും സ്കാറിന് ദേഷ്യം തോന്നുകയും ചെയ്യുന്നു. നിന്റെ അച്ഛൻ ആ ഉയർന്ന മലയ്ക്കപ്പുറം എന്താണെന്ന് കാണിച്ചു തന്നുവെന്ന് സ്കാർ ചോദിക്കുന്നു. അങ്ങോട്ടൊരിക്കലും പോകരുതെന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് അവൻ പറയുമ്പോൾ അത് ശരിയാണെന്നും നീ കുഞ്ഞായതുകൊണ്ട് അതിനപ്പുറത്തുള്ളത് എന്താണെന്ന് പറഞ്ഞു തരാത്തതാണെന്നും ഒക്കെ അയാൾ പറയും. അവിടെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ സ്കാറിന്റെ പിറകെ ചെല്ലുമ്പോൾ അവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണെന്നും നീ വലുതായി കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോയാൽ മതിയെന്നും സ്കാർ മനഃപൂർവ്വം അവനോട് പറഞ്ഞു കൊടുക്കുന്നു. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ സ്വന്തമായി അവിടേക്ക് പോയി നോക്കിക്കൊള്ളാനും ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യം മറ്റാരോടും പറയരുതെന്നും സ്കാർ അവനോട് പറയും. യഥാർത്ഥത്തിൽ അവനെ മനഃപൂർവ്വം സ്കാർ അവിടേക്ക് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയാണ്. അന്ന് അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന ശേഷം തന്റെ കൂട്ടുകാരിയായ നാളയെ കൂടെ വരാൻ വിളിക്കുന്നു. എവിടെ പോകാനാണെന്ന് അമ്മ ചോദിക്കുമ്പോൾ പുഴക്കര വരെ ഒന്ന് പോകാനാണെന്ന് അവൻ പറയുന്നു. പുഴക്കരയിൽ മാത്രമേ പോകാവൂ എന്നും എന്തായാലും നിങ്ങളോടൊപ്പം സാസുവും വരുമെന്നും അമ്മ പറയുന്നു. അങ്ങനെ സാസുവിനോടൊപ്പം അവർ പുഴക്കരയിലേക്ക് പോവുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ നിന്നെ വിളിച്ചത് പുഴക്കരയിലേക്ക് പോകാനല്ലെന്നും ഒരു പ്രത്യേക തരത്തിലുള്ള സ്ഥലത്തെ പറ്റി അറിഞ്ഞുവെന്നും അവിടേക്ക് പോകാനാണെന്നും സിംബ പറയുന്നു. വല്ല അപകടവും പിടിച്ച സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വലിയവരൊക്കെ അവിടെ പോയിട്ടുള്ളതാണെന്നും കുഴപ്പമൊന്നുമില്ലെന്നും ഒക്കെ സിംബ പറയുന്നു. പക്ഷെ അവിടെ പോകണമെങ്കിൽ സാസുവിനെ ആദ്യം ഒഴിവാക്കണം, അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ സാസുവിനോട് കളിക്കുന്നത് പോലെ ഓരോ പരിപാടി കാണിക്കുകയും മറ്റ് ജീവികളോടൊപ്പമൊക്കെ മുന്നോട്ട് ഓടുകയും ചെയ്യുന്നു. അങ്ങനെ പോയി അവർ പുഴക്കരയിലെത്തുകയും അവിടെ വെച്ച് പല മൃഗങ്ങളുടെയും കൂടെ കൂടുകയും വലിയ വലിയ ജീവികളുടെയൊക്കെ ഇടയിലൂടെ അവർ ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവർ പോകുന്ന
പോകുന്നതിന്റെയൊക്കെ പിറകെ എങ്ങനെയെങ്കിലും സാസുവും ചെല്ലാൻ ശ്രമിക്കുകയാണ്. ഈ ഭാഗത്ത് വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ആ പാട്ടും പാടിക്കൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് അവർ ജീവികളുടെയൊക്കെ ഇടയിൽ കയറുകയും അവരുടെയൊക്കെ കൂട്ടത്തിനൊത്ത് ഓടുകയും ചെയ്യുന്നു. ഇതോടെ സാസു അവരിൽ നിന്ന് വിട്ടുപോവുകയും അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയും ചെയ്യുന്നു. അങ്ങനെ സാസു ഇല്ലാതെ അവർ വളരെ ദൂരം നടന്ന് സ്കാർ പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്തെത്തുകയും അവിടെ വെച്ച് അവർ തമാശയ്ക്ക് വഴക്കുണ്ടാക്കി ഉരുണ്ട് ഒരു സ്ഥലത്ത് വീണ് അടികൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് സിംബ ആ സ്ഥലം ശ്രദ്ധിക്കുന്നത്. അവർ നോക്കുമ്പോൾ വളരെ ഭീകരമായ ഒരു സ്ഥലമാണ് അവിടെ. അവർ അതുവഴി മുന്നോട്ട് നടന്നു നോക്കുമ്പോൾ ഒരുപാട് ജീവികളുടെ അസ്ഥികൂടവും തിളയ്ക്കുന്ന വെള്ളവും ഒക്കെ അവിടെ കാണുന്നു. ഇതായിരിക്കും കൊച്ചച്ഛൻ പറഞ്ഞ സ്ഥലമെന്നും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടമൊക്കെ നോക്കി നടക്കുന്നു. ആകെപ്പാടെ ഒരു ഭീകരമായ അന്തരീക്ഷമാണ് ആ സ്ഥലത്തിനുള്ളത്. മണ്ണൊക്കെ ഇടിഞ്ഞു വീഴുന്നത് കണ്ട് അവർ മുകളിലോട്ടൊക്കെ നോക്കുമെങ്കിലും എങ്ങും ആരെയും കാണുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ ചില ജീവികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് പോയി സിംബ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ അങ്ങോട്ട് പോകണ്ടെന്നും അത് അപകടമാണെന്നും നാളെ വിളിച്ചു പറയുന്നു. എനിക്ക് അപകടമൊന്നും ഒരു പേടിയുമില്ലെന്ന് അവൻ പറയുമ്പോൾ അവന്റെ ശബ്ദത്തിന്റെ എക്കോ അടിക്കുന്നതായി അവർ കേൾക്കുകയും ഇത് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത്ര ബുദ്ധിയല്ലെന്ന് തോന്നുന്നുവെന്ന് നാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ പിന്നിലൂടെയൊക്കെ ചില ജീവികൾ വരുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും ഓടി വന്ന് ഒരുമിച്ച് നിൽക്കുമെങ്കിലും കുറെ കഴുതപ്പുലികൾ അവരെ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ അത്താഴത്തിന് എന്തായാലും 2 കുട്ടികളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അവിടേക്ക് വരുന്നത് കണ്ട് അവർ പേടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ ആ കഴുതപ്പുലികളുടെ നേതാവായ ഷെൻസിയാണത്. ഇത് മുഫാസയുടെ മകനായ ഭാവി രാജാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് നീയും നിന്റെ അച്ഛന്റെ കരുത്ത് കാണിക്കുന്നുണ്ടെന്നും പക്ഷേ നീയൊന്നും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകില്ലെന്നും അവൾ പറയുന്നു. പെട്ടെന്ന് സാസു അവിടേക്ക് ഇറങ്ങി വന്ന് അവരെ വിട്ടേക്കാനും നീ അവരെ എങ്ങനെ തൊട്ടു കഴിഞ്ഞാൽ മുഫാസയുമായി ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വരുമെന്നും സാസു പറയുന്നു. അതിലൊന്നും ഒരു കാര്യവുമില്ല, മുഫാസയുടെ പരമ്പര ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവുകയാണെന്ന് അവൾ പറയുമ്പോഴേക്കും സാസു അവളുടെ ശ്രദ്ധ തിരിക്കുകയും ഈ സമയം കൊണ്ട് കുട്ടികൾ രണ്ടുപേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവർ ചെറിയ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി അതുവഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴുതപ്പുലികൾ മുകൾ ഭാഗം തുരന്ന് അവരെ പിടിക്കാൻ ശ്രമിക്കുന്നു. പലയിടത്തു നിന്നും കഴുതപ്പുലികൾ പിടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവർ ഓടി പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തങ്ങളുടെ മുന്നിലേക്ക് ഒരു കഴുതപ്പുലി ചാടിയത് കണ്ട് അവർ മറ്റൊരു വഴിയിലൂടെ ഓടി പുറത്തെത്തുന്നു. എന്നാൽ അവിടെ വെച്ച് കഴുതപ്പുലികൾ മുഴുവനും അവരെ വളഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വഴിയുമില്ലാതെ അവൻ അവരുടെ നേർക്ക് ഗർജിക്കാൻ ശ്രമിക്കുന്നു. ഇത് കേട്ട് അവരെല്ലാം ചിരിക്കുകയും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി അങ്ങനെയൊന്ന് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ യഥാർത്ഥ സിംഹത്തിന്റെ ഗർജനം കേട്ട് അവർ പേടിച്ചു പോകുന്നു. നോക്കുമ്പോൾ മുഫാസ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഉടൻ തന്നെ എല്ലാ ജീവികളെയും ആക്രമിച്ച് ദൂരേക്ക് അകറ്റുകയും ഒരുത്തനും മുന്നോട്ട് പോലും വരാൻ കഴിയാത്ത രീതിയിലാക്കുകയും ചെയ്യും. ഷെൻസി, ഇത് നിനക്കുള്ള താക്കീതാണ്. ഇനി ഒരിക്കലെങ്കിലും എന്റെ മകന്റെ നിഴൽവെട്ടത്തെങ്കിലും നീയൊക്കെ വരാൻ ശ്രമിച്ച ബാക്കി ഞാൻ അപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുഫാസ താഴേക്ക് ഇറങ്ങുകയും സിംബയെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യുന്നു. സിംബയും നാളെയും പതിയെ മുഫാസയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് നടന്ന് ഒരുപാട് ദൂരം എത്തുന്നു. ശേഷം ഒരിടത്തിരുന്ന് മുഫാസ സാസുവിനെ വിളിക്കുകയും നാളെയെ ഇവിടെ നിന്നങ്ങ് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ സാസു നാളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും മുഫാസ സിംബയെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു. അവൻ നേരെ നടന്നു ചെന്ന് തന്റെ അച്ഛന്റെ അടുത്തായി ഇരിക്കുന്നു. ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും നീ എന്നെ ധിക്കരിച്ചുകൊണ്ട് അവിടേക്ക് പോയി. അതിലും മോശമായ കാര്യം നാളെ കൂടി നീ അപകടത്തിലാക്കി. അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നിനക്കറിയാമോ? വലിയൊരു യുദ്ധം തന്നെ ഉണ്ടായേനെ. ഞാനും അച്ഛനെ പോലെ ധൈര്യശാലിയാണെന്ന് കാണിക്കാൻ നോക്കിയതാണെന്ന് അവൻ പറയുമ്പോൾ ധൈര്യമൊക്കെ ആവശ്യത്തിന് മാത്രമേ കാണിക്കാവുള്ളൂ എന്ന് മുഫാസ പറയും. അച്ഛൻ ഒന്നിനെയും പേടിയില്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നായിരുന്നു എന്റെ പേടിയെന്ന് അദ്ദേഹം പറയുമ്പോൾ അപ്പോൾ രാജാക്കന്മാരും പേടിക്കുമല്ലേ എന്ന് അവൻ ചോദിക്കും. പക്ഷേ കഴുതപ്പുലികളാണ് യഥാർത്ഥത്തിൽ ശരിക്കും പേടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അച്ഛനോടൊപ്പം കളിക്കുകയും അവർ വളരെ സന്തോഷത്തോടെ അവിടെ കിടന്ന് ഉരുളുകയും ഒക്കെ ചെയ്യുന്നു. ഞാൻ അച്ഛന്റെ കൂട്ടുകാരനല്ലേ, നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അച്ഛൻ പറയും. എന്റെ അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ആകാശത്തുള്ള ആ നക്ഷത്രങ്ങളെ കണ്ടോ? അതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരാണ്. അവർ ഇപ്പോൾ അതിലിരുന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നിന്നോടൊപ്പം ആ രാജാക്കന്മാരുണ്ടാവും നിന്റെ വഴികാട്ടികളായി എന്ന് മുഫാസ പറയും. പിന്നീട് കാണിക്കുന്നത് കഴുതപ്പുലികളെയാണ്. അവർ ഇന്ന് നടന്നതിനെ പറ്റിയും മുഫാസയെ പറ്റിയുമൊക്കെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങാനും ഇന്നത്തെ പോലെ മുഫാസ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ തങ്ങളുടെ പിന്നിൽ ഒരാളിനെ അവർ കാണുന്നു. നോക്കുമ്പോൾ അതൊരു സിംഹമാണ്. അവരെല്ലാവരും വന്ന് അത് ആരാണെന്ന് നോക്കുമ്പോൾ സ്കാറാണ് അവിടേക്ക് നടന്നു വരുന്നത്. ഞാൻ ഇന്ന് നിന്റെയൊക്കെ അടുത്തേക്ക് 2 കുഞ്ഞുങ്ങളെ പറഞ്ഞയച്ചു, എന്നിട്ട് അവർ നിന്റെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഇതുപോലൊരു നാണക്കേട് നിനക്കൊക്കെ ഇനി വേറെ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇവിടേക്ക് വന്നതെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാനാണ് വന്നത്. നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ മാത്രം കൂടേണ്ട ആവശ്യമില്ല. പുറത്തിറങ്ങി പ്രകാശം പതിക്കുന്ന ഏത് സ്ഥലത്തുമുള്ള ഏത് ജീവിയെയും വേട്ടയാടി തിന്നാം. അതിനുള്ള അവസരം ഞാൻ തരും എന്ന് പറയുമ്പോൾ രാജാവ് ഉള്ളിടത്തോളം അത് നടക്കില്ലെന്നും അവനത് തടയുമെന്നും അവർ പറയുമ്പോൾ സ്കാർ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അതിന് അവനെ നമ്മൾ കൊല്ലാൻ പോവുകയാണെന്ന് പറയുന്നു. മുഫാസ രാജാവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖിച്ച് നടക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ രാജാവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്
എന്തും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. കാരണം കഴുതപ്പുലിയുടെ വയർ ഒരിക്കലും നിറയില്ല. മുഫാസ വളരെ കരുത്തനാണ്, അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവർ പറയുമ്പോൾ ഏതൊരു കരുത്തനെയും വീഴ്ത്താനുള്ള ആയുധമാണ് ചതിയെന്നും ചതിയിലൂടെ അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്നും സ്കാർ പറയുന്നു. ശേഷം സ്കാർ അവിടെ നിന്ന് എല്ലാവരുടെയും അടുത്ത് കരുത്ത് പകരുന്ന കുറച്ചു കാര്യങ്ങൾ സംസാരിക്കുകയും ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഭരണ അട്ടിമറിക്ക് തയ്യാറായിക്കൊള്ളാനും നാളെ ചതിയിലൂടെ നമ്മൾ മുഫാസയെയും അവന്റെ മകനെയും തീർക്കുമെന്നും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജാവ് ഞാനായിരിക്കുമെന്നും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റുമെന്നുമൊക്കെ അവൻ അവരോട് വിളിച്ചു പറയുകയും അവിടുത്തെ ഏറ്റവും മുകളിലുള്ള ഒരു ഭാഗത്ത് കയറി നിന്ന ശേഷം എല്ലാവരും അതിനുവേണ്ടി തയ്യാറായിക്കൊള്ളാൻ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് സ്കാർ സിംബയെ കൊണ്ട് ഒരു മലയിടുക്കിന്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നിന്റെ അച്ഛനെ സന്തോഷിപ്പിക്കാൻ എനിക്കൊരു വഴി അറിയാമെന്നും നിന്റെ ഭീകരമായ ഗർജനം കൊണ്ട് അത് നടക്കുമെന്നും സ്കാർ പറയുന്നു. ഈ മലയിടുക്കിലാണ് എല്ലാ സിംഹങ്ങളും ഗർജനം തേടി വരുന്നത്. നീ ഇവിടെ നിന്ന് നന്നായി ഗർജിക്കാൻ പരിശീലിക്കണം. അങ്ങനെയെങ്കിൽ നിന്നെ ആരും പിന്നെ കുഞ്ഞെന്ന് വിളിക്കില്ല. നിന്റെ ശബ്ദം ഈ മലയ്ക്ക് അപ്പുറം വരെ കേൾക്കണം. ഇത് കേട്ട് അവൻ ഗർജിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ തന്നെ കുറച്ചു നേരം നോക്കിയാൽ മതിയെന്നും നിന്നെ കൊണ്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് സ്കാർ തിരിച്ചു നടക്കുമ്പോൾ എന്റെ അച്ഛൻ ഒരുപാട് സന്തോഷമാവുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. നീ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന സമ്മാനം അച്ഛൻ ഒരിക്കലും മറക്കാത്തതായിരിക്കുമെന്ന് സ്കാർ പറയുകയും ചെയ്യുന്നു. ഈ സമയം മുകളിൽ കഴുതപ്പുലികളൊക്കെ എന്തിനോ തയ്യാറായി എത്തിയിരിക്കുകയാണ്. സ്കാർ അവരെ നോക്കി അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ സിംബ അവിടെ നിന്ന് ഗർജിച്ചൊക്കെ നോക്കുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ മുകളിൽ നിന്നൊക്കെ എന്തോ ശബ്ദം കേൾക്കുകയും എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. എന്താണെന്നറിയാതെ വളരെ പേടിയോടെ അവൻ നിൽക്കുമ്പോൾ ആ മലയിൽ നിന്നും കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടം അവിടേക്ക് ഓടി വരുന്നതായി അവൻ കാണുകയും ഇതോടെ പേടിച്ച് വളരെ വേഗത്തിൽ അവൻ അവരുടെ ചവിട്ടുകൊള്ളാതെ അവിടെ നിന്ന് ഓടി മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കാട്ടുപോത്തുകളെ കൂട്ടത്തോടെ ഇളക്കിവിട്ടത് കഴുതപ്പുലികളാണ്. അവർ ഇതെല്ലാം മുകളിൽ നിന്നൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുവിധം സിംബ ഓടിച്ചെന്ന് അവരുടെ ചവിട്ട് കിട്ടാതെ ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. ഈ സമയം കൊണ്ട് സ്കാർ മുഫാസയുടെ അടുത്തെത്തുകയും സിംബ മലയിടുക്കിന്റെ ഭാഗത്തുണ്ടെന്നും കാട്ടുപോത്തുകൾ അവിടെ വിരണ്ടോടിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. ഇത് കേട്ടയുടൻ മുഫാസയും സാസുവും അവിടേക്ക് ചെല്ലുന്നു. അവൻ ഈ സമയം പോത്തുകളുടെ ഇടയിലൂടെയൊക്കെ ഓടി ഒരു മരക്കൊമ്പിന്റെ മുകളിൽ കയറുകയും പേടിയോടെ അതിൽ പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. അവൻ വീഴാറായി ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും സാസു അവിടേക്ക് പറന്നെത്തുകയും അവന്റെ അടുത്തേക്ക് ചെന്ന് അച്ഛൻ വരുന്നുണ്ടെന്നും ശരിക്ക് പിടിച്ചിരുന്നോളാനും പറയുന്നു. ശേഷം അവിടെ നിന്ന് നേരെ പറന്ന് മുഫാസയുടെ അടുത്ത് ചെന്ന് ആ മരത്തിലുണ്ടെന്ന് പറയുന്നു. തന്റെ മകൻ പേടിച്ചവിടെ ഇരിക്കുന്നത് കണ്ട് മുഫാസ ഉടൻ തന്നെ താഴേക്കിറങ്ങി അവന്റെ അടുത്തേക്ക് ഓടുന്നു. ഞാൻ അവരെ സഹായിക്കാമെന്നും നീ മറ്റുള്ളവരെ വിവരമറിയിക്കാനും പറഞ്ഞ് സാസുവിനെ സ്കാർ അവിടെ നിന്ന് ഒഴിവാക്കുന്നു. ഈ സമയം കൊണ്ട് മുഫാസ ഓടി അവന്റെ അടുത്തേക്ക് എത്തുകയും പേടിക്കാതെ എന്റെ അടുത്തേക്ക് വരാൻ പറയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പോത്തുകൾ അവരെ ഇടിച്ചിട്ടിരിക്കുകയാണ്. സിംബ ആകെ പേടിച്ചിരിക്കുന്നതിനിടെ മുഫാസ അവനെ കടിച്ചെടുത്ത് അവിടെ നിന്ന് ഓടുകയും സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പോത്തുകൾ മുഫാസയെ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. അച്ഛൻ എവിടെ പോയെന്ന് കാണാതെ അവൻ ആകെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അച്ഛൻ പിടിച്ച് മുകളിലേക്ക് കയറുന്നതായി അവൻ കാണുന്നു. ഇതോടെ അവൻ അച്ഛനെ സഹായിക്കാനായി അതുവഴി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെയൊക്കെ ചെന്ന് നോക്കിയിട്ട് എങ്ങും അച്ഛനെ കാണാൻ കഴിയുന്നില്ല. ഈ സമയം കൊണ്ട് മുഫാസ പിടിച്ച് ഒരുവിധം മുകളിൽ എത്തുമെങ്കിലും സ്കാർ അവിടേക്ക് വരുന്നു. എന്നെ ഒന്ന് സഹായിക്കാൻ മുഫാസ വിളിച്ചു പറയുമെങ്കിലും മഹാരാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുഫാസയെ അടിച്ച് താഴേക്കിടുന്നു. സിംബ നോക്കുമ്പോൾ അച്ഛൻ താഴേക്ക് വീഴുന്നതാണ് കാണുന്നത്. അങ്ങനെ പോത്തുകളെല്ലാം പോയി കഴിഞ്ഞ ശേഷം സിംബ താഴേക്ക് ഇറങ്ങി വരുന്നു. അവിടെയൊക്കെ നോക്കുമ്പോൾ അച്ഛൻ മറിഞ്ഞു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. ഈ കാഴ്ച കണ്ട് അവൻ അവിടേക്ക് ചെന്ന് തന്റെ അച്ഛനെ വിളിച്ചു നോക്കുന്നു. എഴുന്നേക്കച്ച, എന്നെ വിട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് വിളിക്കുമെങ്കിലും അച്ഛന് യാതൊരു അനക്കവുമില്ല. അവൻ ആരെങ്കിലും സഹായിക്കണമെന്നൊക്കെ ഉറക്കെ വിളിക്കുമെങ്കിലും അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. അങ്ങനെ സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ അച്ഛനോടൊപ്പം ചേർന്ന് കിടക്കുന്നു. പെട്ടെന്ന് സ്കാർ അവിടേക്ക് വരികയും നീ എന്താണ് ഈ ചെയ്തതെന്നൊക്കെ അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. കാട്ടുപോത്തുകൾ വന്നപ്പോൾ അച്ഛൻ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്നും ഒരു അപകടം പറ്റിയതാണെന്നും ഒക്കെ അവൻ പറയുമെങ്കിലും നിന്നെ കാരണമാണ് രാജാവ് മരിച്ചതെന്നും നീ അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ രാജാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്തായാലും ഈ ചെയ്തത് വളരെ മോശമായി പോയി. നിന്റെ അമ്മ എന്തായിരിക്കും നിന്നെ പറ്റി വിചാരിക്കുന്നത്? അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ ഒരു മകനാണ് നീ എന്നല്ലേ വിചാരിക്കൂ. ഞാനിനി എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലെന്നും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനും സ്കാർ പറയുന്നു. ഇത് കേട്ട് അവൻ പേടിയോടെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഉടൻ കുറച്ച് കഴുതപ്പുലികൾ അവിടേക്ക് വരികയും അവനെ അങ്ങ് തീർത്തേക്കാൻ അവരോട് പറയുകയും ചെയ്യുന്നു. അവൻ നോക്കുമ്പോൾ കഴുതപ്പുലികൾ കൂട്ടത്തോടെ തന്റെ പിറകെ വരികയാണ്. അവൻ അവരിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി കട്ടയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അവർ എങ്ങനെയെങ്കിലും അവനെ കൊല്ലാനായി പിറകെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ദൂരം ചാടിയും മറിഞ്ഞുമൊക്കെ അവൻ ഓടുകയും അവർ പിറകെ വരികയും ചെയ്തുകൊണ്ടിരിക്കുകയും ഒടുവിൽ പെട്ടെന്ന് അബദ്ധത്തിൽ അവൻ ഒരു കുഴിയിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു. മറ്റുള്ളവർ വന്ന് നോക്കുമ്പോൾ വളരെ താഴ്ചയിലേക്കാണ് അവൻ വീണിരിക്കുന്നത്. പോയി അവൻ ചത്തെന്ന് ഉറപ്പാക്കാൻ ഷെൻസി കൂടെയുള്ളവരോട് പറയുകയും അവർ കുറച്ചുനേരം നോക്കിയ ശേഷം ഇത്രയും ഉയരത്തിൽ നിന്ന് ഒരിക്കലും ഒരാളിന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ചത്തെന്ന് നമുക്ക് ചെന്ന് പറയാമെന്നും അവർ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സിംബ താഴെ വീണിട്ടില്ല. അവൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്നൊക്കെ ഒറ്റയ്ക്ക് എങ്ങോട്ടെന്നില്ലാതെ നടന്നു പോവുകയാണ്. കുറെ ദൂരം പിന്നിട്ട് നടക്കുകയും മരുഭൂമിയിലൂടെയൊക്കെ ചൂടും വെയിലുമൊക്കെ ഏറ്റ് നടന്നു പോവുകയും ചെയ്യുന്നു. ഒടുവിൽ എവിടെയെന്നറിയാത്ത ഒരിടത്തെത്തി അവൻ തളരുകയും അവിടെ മറിഞ്ഞു വീണ് കിടക്കുകയും ചെയ്യും. ഈ സമയം സ്കാർ രാജാവിന്റെ മരണത്തെ പറ്റി
മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ധീരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മകനെയും നമുക്ക് നഷ്ടമായി. ഇനി എന്തായാലും നമുക്കൊരു പുതിയ രാജാവ് വേണം. മുഫാസയും സിംബയും നഷ്ടമായ സ്ഥിതിക്ക് ഇനി ഞാനാണ് നിങ്ങളുടെ അടുത്ത രാജാവ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് രാജാവായി ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് സഹായികൾ കൂടി ഇനി ഉണ്ടാവുമെന്ന് പറയുന്നു. അവർ നോക്കുമ്പോൾ ഇരുട്ടത്ത് ഒളിച്ചു കിടന്ന കഴുതപ്പുലികളെല്ലാം കൂട്ടത്തോടെ രാജാവിന്റെ സിംഹാസനത്തിനടുത്തേക്ക് വരികയാണ്. ഇവിടെ വെച്ച് ഇനി ഈ സാമ്രാജ്യത്തിന്റെ പുതിയ യുഗം ആരംഭിക്കുകയാണെന്ന് സ്കാർ പറയുന്നു. ഇതൊക്കെ കണ്ട് എല്ലാവരും ആകെ പേടിച്ചു നിൽക്കുകയാണ്. ആ സാമ്രാജ്യം ദുഷ്ടന്മാരുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കണ്ട് സാസുവും കുരങ്ങനും ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഉടൻ അയാൾ നടന്നു ചെന്ന് സിംബയുടെ രൂപം വെട്ടിക്കളയുന്നു. ഈ സമയം സിംബ ഒരിടത്ത് തളർന്നു കിടക്കുകയാണ്. ഉടൻ കുറെ കഴുകന്മാർ അവിടേക്ക് പറന്നിറങ്ങുകയും അവനെ തിന്നാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു കഴുകൻ നോക്കുമ്പോൾ ദൂരെ നിന്ന് ഒരാൾ വളരെ വേഗത്തിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു കാട്ടുപന്നിയാണ്. അത് അവിടേക്ക് വരുന്നതോടെ എല്ലാം പറന്നു പോകുന്നു. പക്ഷെ എനിക്ക് ഒരു കഴുകനെ പോലും പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ആകെ വിഷമിച്ചിരിക്കുന്നു. അവന്റെ പുറത്ത് ചെറിയ ഒരു ജീവി കൂടിയുണ്ട്. അപ്പോഴാണ് അവർ അവിടെ കിടക്കുന്ന ആളിനെ ശ്രദ്ധിക്കുന്നത്. അതൊരു സിംഹമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവന്റെ അടുത്ത് ചെന്ന് പരിശോധിക്കുകയും പല്ല് കണ്ടയുടൻ ഇതൊരു സിംഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ടിമ്മൻ എന്ന ആ ജീവി ഓടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പേടിക്കേണ്ട, അതൊരു കുഞ്ഞു സിംഹമല്ലേ, നമുക്ക് ഇപ്പോഴേ അവനെ നമ്മുടെ കൂടെ നിർത്തി കഴിഞ്ഞാൽ വളർന്നു വരുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ഒരു സിംഹമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വലിയ ആളാവാമെന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സിംബ എഴുന്നേൽക്കുകയും നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുകയും ചെയ്യും. ഞാൻ പൂമ്പയാണ്, ഇതെന്റെ കൂട്ടുകാരൻ ടിമ്മനാണെന്ന് അവർ പറയുന്നു. നീ എവിടെ നിന്നാണ് വരുന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ എനിക്ക് അതിനെയൊന്നും പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ഞാൻ ആകെ തകർന്നിരിക്കുകയാണെന്നും അവൻ പറയുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ നിനക്കുണ്ടെങ്കിൽ ഇനി അതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട. നമ്മളോടൊപ്പം കൂടി പുതിയൊരു ജീവിതം തുടങ്ങിക്കോ. ഈ ലോകം മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞാൽ നീയും ലോകത്തിനെതിരെ തിരിയണമെന്നൊക്കെ അവർ പറഞ്ഞ് അവന് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ അവരോടൊപ്പം അവരുടെ നാട്ടിലേക്ക് ചെല്ലുകയും അവർ നല്ല കൂട്ടുകാരാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവനെയും കൊണ്ടുപോയി ആ കാട്ടിലെ കാഴ്ചകളെല്ലാം കാണിക്കുകയും ഇതൊരു വളരെ മനോഹരമായ സ്ഥലമാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അവിടെയുള്ള പുതിയ പുതിയ ജീവികളെയും അവരുടെ രീതികളുമെല്ലാം അവൻ കാണുന്നു. അവിടെയുള്ള മാനുകളെല്ലാം ഇവനെ കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ്. അവർ അവനെ കൊണ്ടുപോയി അവിടെയുള്ള ഒരു മരം പൊളിക്കുകയും ഇതിലുള്ളതൊക്കെയാണ് ഇനി മുതൽ നീ തിന്നേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവന് ആ പുഴുക്കളെ എടുത്തു കൊടുക്കുകയും അവൻ അവരെ പോലെ തന്നെ പുഴുക്കളെ കഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. നീ ഇനി ഇതൊക്കെ മാത്രമേ കഴിക്കാവൂ, നമ്മളെ ഒന്നും പിടിച്ച് തിന്നു കളയരുതെന്നൊക്കെ അവർ അവനോട് പറയുന്നു. അങ്ങനെ ഇവിടെ വെച്ച് വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അങ്ങനെ അവൻ അവരോടൊപ്പം ജീവിക്കുകയും ഒടുവിൽ കുറെ കാലത്തിന് ശേഷം അവൻ വളർന്ന് വലുതാവുകയും ചെയ്യും. ഈ സമയം രാജ്യത്തിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ്. രാജാവിന്റെ നേതൃത്വത്തിൽ കഴുതപ്പുലികൾ നാട് മുഴുവൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ട് മറ്റ് സിംഹങ്ങളെല്ലാം വളരെ പേടിയോടെയാണ് കഴിയുന്നത്. ഞാള ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് റാണി ചോദിക്കുമ്പോൾ കഴുതപ്പുലികൾ അവസാനത്തെ നാൽക്കൂലി കൂട്ടത്തെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രാജ്യം വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്നും സാസു പറയുന്നു. ഇതിനിടെ സ്കാർ അവിടേക്ക് കയറി വരികയും സിംഹാസനത്തിൽ കഴുതപ്പുലികളെല്ലാം അയാളോടൊപ്പം ചെല്ലുകയും ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും ഒക്കെ നാളെ പറയുമെങ്കിലും സ്കാർ ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ രാജാവെന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുമൊക്കെ റാണി പറയുന്നു. അങ്ങനെ അന്ന് രാത്രിയാവുന്നു. നാളെ പതിയെ ആരും അറിയാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഇതിനിടെ സാസു അവളോട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ രാജ്യം എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്നും അതിന് സഹായത്തിന് ആരെങ്കിലും പുറത്തുനിന്ന് സംഘടിപ്പിക്കാനാണ് പോകുന്നതെന്നും അവൾ പറയുന്നു. എന്നാൽ അവൾ പോകാൻ ശ്രമിക്കുന്നതിനിടെ മുന്നിൽ സ്കാറിനെ കാണുകയും പേടിച്ച് മാറുമ്പോഴേക്കും അവിടെ ആരോ ഉണ്ടെന്ന് സ്കാറിന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതോടെ സ്കാർ പതിയെ അവിടേക്ക് നോക്കാനായി വരികയും നാളെ നോക്കുമ്പോൾ പിന്നിൽ നിന്ന് കഴുതപ്പുലികൾ വരുന്നതായി കാണുകയും ചെയ്യുന്നു. സ്കാർ അവിടേക്ക് ചാടി വീണ് നോക്കുമ്പോൾ കഴുതപ്പുലികളാണ് അവിടെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നാളെ അതിന് തൊട്ട് മുകളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ നോക്കിയിട്ട് ആരും കാണാത്തതിനാൽ സ്കാറിന് സംശയമായി പതിയെ മുകളിലേക്ക് കയറി നോക്കാൻ ശ്രമിക്കുന്നു. അയാൾ അടുത്തേക്ക് വരുന്നത് കണ്ട് നാളെ ആകെ പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് സാസു അവിടേക്ക് വന്ന് അയാളുടെ ശ്രദ്ധ തിരിക്കുകയും ഇതോടെ അവരെല്ലാം സാസുവിന്റെ പിറകെ ഓടുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് നാളെ താഴെ ഇറങ്ങി ആ രാജ്യത്ത് നിന്ന് തന്നെ ഓടിപ്പോകുന്നു. ഇത് റാണി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് സിംബ തന്റെ കാട്ടിൽ പൂമ്പയോടൊപ്പം നടക്കുകയാണ്. ഇവിടുത്തെ പല ജീവികളും എന്നോട് കൂട്ടുകൂടാൻ വരുന്നില്ലെന്ന് സിംബ പറയുമ്പോൾ അതിന് കാരണം നീ ഒരു സിംഹമായതുകൊണ്ടാണെന്നും യഥാർത്ഥ സിംഹങ്ങൾ കാട്ടിലെ പലതിനെയും പിടിച്ച് തിന്നാറുണ്ടെന്നും നീ കുട്ടിക്കാലം മുതൽ നമ്മളോടൊപ്പം വളർന്നത് കൊണ്ടാണ് നീ ഇങ്ങനെയെന്നും എന്നാലും അവർക്ക് നിന്നെ പേടിയാണെന്നും ഒക്കെ അവർ പറയുന്നു. അങ്ങനെ അന്ന് രാത്രിയാവുന്നു. അവർ ഒരുമിച്ച് ഉറങ്ങാൻ കിടക്കുകയാണ്. ഇതിനിടെ ടിമ്മൻ അവരോട് ആകാശത്ത് മിന്നിക്കത്തുന്ന ആ സാധനം കണ്ടോ, അതെന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു. അത് ചിലപ്പോ ഗ്യാസ് നിറഞ്ഞ പന്തുകളോ മിന്നാമിനിങ്ങിനെ പോലുള്ള ഏതെങ്കിലും ജീവികളോ ആയിരിക്കുമെന്ന് അവർ പറയുന്നു. നിനക്കെന്താണ് തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പണ്ടൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ യഥാർത്ഥ പേര് നക്ഷത്രമാണെന്നും അവയെല്ലാം പണ്ട് മരിച്ചുപോയ രാജാക്കന്മാരാണെന്നും അവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ സിംബ പറയുന്നു. ഇത് കേട്ട് അവർ ഒരുപാട് ചിരിക്കുകയും നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അവന് അച്ഛനെ ഓർത്ത് ആകെ വിഷമമാവുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ ശേഷം വിഷമത്തോടെ ഒരിടത്ത് നിന്ന് നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുകയും ചെയ്യും. ഇതോടെ അവന് നല്ല വിഷമമായിട്ടുണ്ടെന്ന് പുമ്പയ്ക്കും ടിമ്മനും മനസ്സിലാവുന്നു. ഇതിനിടെ സിംബ
ഒന്ന് തലയാട്ടുമ്പോൾ അവന്റെ ദേഹത്ത് നിന്ന് കുറച്ച് രോമം പറന്നു പോകുന്നു. അത് കാറ്റത്ത് പറന്ന് നടക്കുകയും പിറ്റേന്ന് രാവിലെ പറന്ന് ഒരു വെള്ളത്തിൽ വീണ് അതിലൂടെ ഒരുപാട് ദൂരം ഒഴുകി പോവുകയും ചെയ്യും. ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു കിളി അതിനെയും കൊത്തിയെടുത്ത് പറന്നു പോവുകയും അത് പറന്ന് നേരെ തന്റെ കൂടുണ്ടാക്കാനായി കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അമ്മക്കിളി അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചു തുപ്പി കളയുകയും അത് താഴേക്ക് വന്ന് മരത്തിന്റെ ഇലയിലിരിക്കുമ്പോൾ ഒരു ജിറാഫ് അത് കഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ചാണകമുരുട്ടിയാണ്. ജിറാഫിന്റെ ചാണകം ഉരുട്ടി അത് കൊണ്ടുപോകുന്നതിനിടെ ആ ചാണകത്തിൽ സിംബയുടെ രോമം ഇരിക്കുന്നുണ്ട്. അത് മുകളിൽ ഒരിടത്തുനിന്ന് ഉരുട്ടി വിടുന്നതിനിടെ ചാണകം തകർന്നു പൊടിഞ്ഞു പോവുകയും കാറ്റടിച്ച് അതിൽ നിന്ന് സിംബയുടെ രോമം പറന്ന് ദൂരേക്ക് പോവുകയും ചെയ്യും. ഒരുപാട് മണൽ കാറ്റിലൊക്കെ പെട്ട് അത് മുകളിലേക്ക് പറന്ന് നടക്കുകയും ഒരു ഉറുമ്പിൻ കൂട്ടത്തിനിടയിൽ വീഴുമ്പോഴേക്കും ഉറുമ്പ് അതും കടിച്ചെടുത്ത് കൂട്ടത്തിനൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ ഉറുമ്പുകൾ ഇതുമായി പോകുന്നത് മരത്തിലിരുന്ന കുരങ്ങൻ കാണുകയും ആ രോമം എടുത്തു നോക്കിയ ശേഷം അത് സിംബയുടെ രോമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുരങ്ങൻ നേരെ ചെന്ന് സിംബ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ചിത്രത്തിൽ ചുവന്ന മഷി തേക്കുന്നു. ഈ സമയം പുമ്പയും ടിമ്മനും കൂട്ടുകാരുമൊക്കെ കാട്ടിലൂടെ വളരെ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി നടന്നു വരികയാണ്. പെട്ടെന്നൊരു സിംഹം അവരുടെ നേർക്ക് ചാടി വീഴുകയും എല്ലാവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് ഞാളയാണ്. അവൾ നേരെ പുമ്പയെ ലക്ഷ്യം വെക്കുകയും പുമ്പയെ പിടിക്കാനായി അവന്റെ പിറകെ ഓടുകയും ചെയ്യുന്നു. കുറെ ദൂരം അവന്റെ പിറകെ ഓടി ഒടുവിൽ വഴി തീർന്നു പോവുകയും ഇതോടെ ഒന്നും ചെയ്യാൻ കഴിയാതെ പുമ്പ അവളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ മുകളിലേക്ക് മറ്റൊരു സിംഹം ചാടി വീഴുകയും ചെയ്യും. അങ്ങനെ സിംബയും ഞാളയും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ കുട്ടിക്കാലത്ത് ചെയ്തതുപോലെ അവൾ ചെയ്യുകയും ഇതോടെ അവൾ ഞാളയാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് അത് സിംബയാണെന്ന് അവൾ അറിയുന്നത്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ഇത് ഞാൻ തന്നെയാണെന്ന് അവൻ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അത്ഭുതമാണെന്നും ഒക്കെ പറഞ്ഞ് അവർ നിൽക്കുകയാണ്. അപ്പോഴേക്കും പുമ്പയും ടിമ്മനും അവിടേക്ക് വരുന്നു. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയമെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ നാളയാണിതെന്നൊക്കെ സിംബ പറയുന്നു. നീ ഇവിടെ കൂടിക്കൊള്ളാൻ അവൻ നാളയോട് പറയുമ്പോൾ നമുക്ക് പോയേ പറ്റുള്ളൂ എന്നും സ്കാർ കഴുതപ്പുലികളോടൊപ്പം ചേർന്ന് രാജ്യം ഭരിക്കുകയാണെന്നും നീ വന്ന് രാജാവായി നിന്റെ സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ രാജ്യം തകർന്ന് തരിപ്പണമാവുമെന്നും അവൾ പറയുന്നു. രാജാവോ ഇവനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂമ്പയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങോട്ടും വരുന്നില്ലെന്നും ഇതാണ് എന്റെ വീടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ നീ വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ നിർബന്ധിക്കുന്നു. അങ്ങനെ അന്നവർ രണ്ടുപേരും ആ സ്ഥലമൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അവൻ അവിടുത്തെ ഭംഗി മുഴുവൻ അവളെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അന്ന് മുഴുവൻ അവർ ചുറ്റിക്കറങ്ങിയും സ്നേഹിച്ചും നടന്നതിന് ശേഷം ഈ സ്ഥലം മനോഹരമൊക്കെ തന്നെ, പക്ഷേ ഇത്രയും കാലം നീ ജീവനോടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് തിരിച്ചു വരാറുന്നതെന്നൊക്കെ അവൾ ചോദിക്കുന്നു. അവിടെ ആർക്കും എന്നെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും അവനോട് വരാൻ പറയുന്നു. അവിടെ വെള്ളവും ആഹാരവും ഒന്നുമില്ല. ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. സ്കാർ ആകെ ആ രാജ്യം നശിപ്പിച്ചു. ഇനി നീ വരാതെ ഒന്നും മാറാൻ പോകുന്നില്ലെന്നൊക്കെ അവൾ പറയുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഞാൻ വെറുക്കപ്പെട്ട കുറെ ഓർമ്മകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ രാജ്യത്തേക്ക് പോലും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. നീ സഹായിക്കുമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി കളയുന്നു. അന്ന് രാത്രി സിംബ ആകെ കൺഫ്യൂഷനിൽ നടക്കുകയാണ്. ഞാൻ തിരികെ പോണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് അവൻ നടക്കുന്നതിനിടെ രാജാവിന്റെ പ്രധാനിയായ കുരങ്ങൻ അവിടേക്ക് വരികയും നീ ഇപ്പോൾ കൺഫ്യൂഷനിലാണെന്ന് എനിക്കറിയാമെന്നും നീ രാജ്യത്തേക്ക് തിരിച്ചു പോകണമെന്നും ഒക്കെ പറയുന്നു. തിരിച്ചു പോകാൻ ഞാൻ ആരുമല്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ എല്ലാവരും ആരെങ്കിലും ഒക്കെയാണെന്നും ആരുമില്ലാത്ത ആളാണെങ്കിൽ പോലും എല്ലാവരും ആരെങ്കിലും ഒക്കെയാണെന്ന് അവൻ പറയും. നീ ആരാണെന്ന് പോലും ഇപ്പോൾ നിനക്കറിയില്ല. മുഫാസയുടെ മകനായ നിന്നെ എടുത്തുയർത്തിയത് തന്നെ ഞാനാണ് എന്ന് കുരങ്ങൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ അച്ഛനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. വളരെ നന്നായിട്ട് അറിയാം. നിനക്ക് മുഫാസയെ ഇപ്പോൾ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്നോടൊപ്പം വരാൻ പറഞ്ഞുകൊണ്ട് കുരങ്ങൻ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ അവൻ ആ കുരങ്ങന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി കുറെ ദൂരം പോയ ശേഷം ഒരു പുഴക്കരയിലെത്തുന്നു. നീ വെള്ളത്തിലേക്കൊന്ന് നോക്കാൻ കുരങ്ങൻ പറയുകയും അവൻ നോക്കുമ്പോൾ അതിൽ മുഫാസയെ കാണുകയും ചെയ്യുന്നു. നിന്റെ അച്ഛൻ നിന്നിൽ ജീവിക്കുന്നുണ്ട്. നീയാണിപ്പോൾ അച്ഛന് പകരക്കാരനെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് ആകാശത്ത് ഇടിയും മിന്നലും ഒക്കെ വരികയും മുഫാസയുടെ ശബ്ദം അവൻ കേൾക്കുകയും ചെയ്യുന്നു. നീ ഈ ജീവിത ചക്രത്തിലെ നിന്റെ സ്ഥാനം ഏറ്റെടുക്കണം. മുഫാസ എന്ന എന്റെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി സിംബ എന്ന നിന്റെ സൂര്യൻ ഉദിക്കുകയാണ്. എനിക്കെപ്പോഴും നീ എന്റെ മകനായി എന്ന കാര്യത്തിൽ അഭിമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നീ അങ്ങനെ തന്നെ അത് കൊണ്ടുപോകണം. അച്ഛൻ ഒരിക്കലും എന്നെ വിട്ടു പോകല്ലേ എന്നൊക്കെ അവൻ ആകാശത്ത് നോക്കി പറയുമ്പോൾ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോയിട്ടില്ല, ഇനി പോവുകയുമില്ലെന്നൊക്കെ അച്ഛൻ പറയുന്നു. ഇനി പറയും നീ ആരാണ് എന്ന് ആകാശത്ത് നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ സിംബയാണ്, മുഫാസയുടെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് സിംബ തിരിച്ചോടുന്നു. സിംബ നേരെ ഓടിച്ചെന്ന് ഉയരത്തിൽ കയറി ഉറക്കെ ഗർജിക്കുന്നു. ശേഷം അവൻ അവിടെ നിന്ന് ഓടി നാട്ടിലേക്ക് പോവുകയാണ്. ഇത് പുമ്പയും ടിമ്മനും കാണുന്നുണ്ട്. അവൻ അങ്ങനെ അവിടെ മുഴുവൻ വിട്ട് ദൂരേക്ക് ഓടി പോകുന്നതിനിടെ വിഷമിച്ചു പോകുന്ന നാളെ കാണുകയും വാ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി തങ്ങളുടെ രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നേരെ പ്രൈഡ് റോക്കിൽ എത്തുമ്പോൾ പഴയ പ്രതാപമില്ലാതെ നശിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
അച്ഛൻ എന്നോട് കുട്ടിക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രകാശം പതിക്കുന്നത് മുഴുവൻ എന്റെ സാമ്രാജ്യമാണെന്ന്, അവിടെ മുഴുവൻ ഞാൻ സംരക്ഷിക്കണമെന്ന്. അത് ചെയ്യാൻ പോവുകയാണ്, നീ എന്റെ കൂടെ നിൽക്കില്ല എന്ന് അവൻ ചോദിക്കുന്നു. ഇതിനിടെ സാസു അവിടേക്ക് പറന്നിറങ്ങുകയും അവനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ടിമ്മനും പുമ്പയും അവിടേക്ക് വരുന്നു. ഈ സ്ഥലത്തിന് വേണ്ടിയാണോ നീ യുദ്ധം ചെയ്യാൻ പോകുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ, അതെ, ഇതാണ് എന്റെ വീടെന്ന് സിംബ പറയുന്നു. എന്നാൽ അവർ ഒളിച്ചിരുന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും കഴുതപ്പുലികൾ കാവൽക്കാരായി നിൽക്കുകയാണ്. അവരെ എങ്ങനെയെങ്കിലും വെട്ടിക്കണമെന്ന് പറയുമ്പോൾ അതിന് ഒരു ജീവനുള്ള ഇരയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുമ്പയെ നോക്കുന്നു. അപ്പൊ ആ ജോലി എനിക്ക് തന്നെയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിന് തയ്യാറാവും. പിന്നീട് കഴുതപ്പുലികൾ നോക്കുമ്പോൾ ടിമ്മൻ അവരുടെ മുന്നിൽ വന്ന്, ഞാൻ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനമാണ് ഇതെന്നും ഈ പന്നിയെ വന്ന് തിന്നോളാനും പറയുന്നു. അവർ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൻ ഓടുകയും അവരെ പിറകെ ഓടിച്ച് അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് സിംബയും നാളെയും ഉള്ളിലേക്ക് കടക്കുകയും പ്രൈഡ് റോക്കിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇത് കുരങ്ങൻ കാണുകയും അവൻ നേരെ ചെന്ന് താൻ ഇതുവരെ കാത്തുവെച്ചിരുന്ന ആയുധം പുറത്തെടുക്കുകയും ഞാനും യുദ്ധത്തിന് തയ്യാറാണെന്ന് പറയുകയും ചെയ്യും. ഈ സമയം സ്കാർ സറാബിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇത്രയും കാലം മുഫാസയുടെ വിധവയായി ജീവിച്ചുവെന്നും ഇനി അവനെ വിട്ടിട്ട് എന്നെ കല്യാണം കഴിച്ച് എന്റെ റാണിയായി സുഖമായി ജീവിക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ റാണിയാവാൻ ഒരിക്കലും എന്നെ കിട്ടില്ലെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുഫാസയേക്കാൾ വലിയ രാജാവാണെന്നൊക്കെ അവൻ പറയുമ്പോൾ മുഫാസയെ വെച്ച് നോക്കുമ്പോൾ താൻ ഒന്നുമല്ലെന്ന് അവൾ പറയുന്നു. ഇതോടെ സ്കാറിന് ആകെ ദേഷ്യമായിക്കൊണ്ട് സിംബയുടെ അമ്മയായ സെറാബിയുടെ അമ്മയെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സിംബ അവിടേക്ക് വന്ന് ഉറക്കെ അലറുന്നു. ഇത് കണ്ട് മുഫാസയാണെന്ന് കരുതി സ്കാർ പേടിച്ചു പോകുന്നു. അവനെ കണ്ടയുടൻ തന്നെ സിംബയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നു. എന്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിംബ അവിടേക്ക് ഇറങ്ങി വരികയും അമ്മയ്ക്ക് അവനെ കണ്ട് വലിയ സന്തോഷമാവുകയും ചെയ്യും. അവനെ കണ്ട് സ്കാർ ആകെ പേടിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഞാനാണ് ഇവിടുത്തെ രാജാവെന്ന് സ്കാർ പറയുമ്പോൾ, രാജാവാകാൻ യോഗ്യതയുള്ളവൻ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി നീ രാജാവല്ലെന്ന് നാള പറയുന്നു. പക്ഷെ രാജാവിനെ കൊന്ന ഒരുത്തന് രാജാവാകാൻ അർഹതയില്ലല്ലോ എന്ന് സ്കാർ പറയുകയും എല്ലാവരും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയും ചെയ്യും. നീ തന്നെ ഇവരോട് പറയേ, മുഫാസ മരിക്കാൻ കാരണം ആരാണെന്ന് എന്ന് സ്കാർ പറയുമ്പോൾ, അത് ഞാൻ തന്നെയാണെന്നും ഒരു അബദ്ധം പറ്റിയതാണെന്നും ഒക്കെ സിംബ പറയുന്നു. ഇപ്പൊ നീ തന്നെ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്നെ കാരണമാണ് മുമ്പത്തെ രാജാവ് മരിച്ചത്. കൊലയാളിയായ ഒരു മകൻ ഒരിക്കലും രാജാവാകാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ സിംബയെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടന്ന് സിംബ സിംഹാസനത്തിന്റെ അറ്റത്തെത്തുകയും സ്കാർ പിന്നെയും വിരട്ടുന്നതോടെ അവൻ കുഴിയിലേക്ക് വീണ് തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരു മിന്നൽ അവിടെ അടിക്കുകയും താഴെ മുഴുവൻ തീ കത്തുകയും ചെയ്യുന്നു. അതിന്റെ മുകളിൽ സിംബ തൂങ്ങിക്കിടക്കുകയാണ്. ഇത് കണ്ട് നാളെയൊക്കെ പേടിച്ചു നിൽക്കുന്നു. ഇതുപോലെയായിരുന്നു മുഫാസയും ചാകുന്നതിന് മുമ്പ് എന്നെ നോക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സിംബയുടെ കയ്യിൽ പിടിക്കുകയും ഞാനാണ് മുഫാസയെ കൊന്നതെന്ന് അവന്റെ ചെവിയിൽ പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് സിംബയ്ക്ക് അന്ന് സംഭവിച്ചതിനെ പറ്റി ഓർമ്മ വരുന്നത്. അച്ഛൻ മുകളിൽ നിന്ന് വീഴുന്നത് മാത്രമാണ് അവൻ കണ്ടത്. തള്ളിയിടുന്നതിന് മുമ്പ് തന്നെ സ്കാറിന്റെ വായിൽ കടിച്ച് സിംബ മുകളിലേക്ക് കയറി വരുന്നു. ഇത് സ്കാർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ഇപ്പോൾ മരിക്കുമെന്നായിരുന്നു സ്കാർ കരുതിയത്. ഇവനാണ് എന്റെ അച്ഛനെ കൊന്നതെന്നും ഇവൻ ഇപ്പോൾ എന്നെയും കൊല്ലാൻ നോക്കിയെന്നും അറിയാതെ അവന്റെ വായിൽ നിന്ന് ആ സത്യം വന്നുവെന്നുമൊക്കെ സിംബ പറയുന്നു. ഇവൻ പറയുന്നതൊന്നും സത്യമല്ലെന്നൊക്കെ സ്കാർ പറയുമ്പോൾ, നീ ആ മലയിടുക്കിൽ എത്തിയിരുന്നില്ലെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത്, പിന്നെ നീ എങ്ങനെയാണ് മരണത്തിന് മുമ്പ് മുഫാസയെ കണ്ടതെന്ന് ചോദിക്കുന്നു. ഇതോടെ അവന്റെ കള്ളങ്ങളെല്ലാം പുറത്തായെന്ന് സ്കാറിന് മനസ്സിലാവുകയും കഴുതപ്പുലികളോട് അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്യും. ഇതോടെ അവിടെ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെ തുടങ്ങുന്നു. സിംഹങ്ങൾ കൂട്ടത്തോടെ കഴുതപ്പുലികളെ ആക്രമിക്കാൻ തുടങ്ങുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുകയും ചെയ്യും. അപ്പോഴേക്കും പൂമ്പ താഴെ എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ പിന്നിലൂടെ കുറച്ച് കഴുതപ്പുലികൾ അവിടേക്ക് വരികയും ഈ തടിയനെ ഇന്ന് ഞാൻ തിന്നിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറയുകയും ചെയ്യും. ആരാടാ എന്നെ തടിയനെന്ന് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പൂമ്പ തിരിയുകയും എനിക്ക് അങ്ങനെ വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരെയൊക്കെ കുത്തി മലർത്തുകയും ചെയ്യും. അവിടെ വലിയ തരത്തിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാസുവും അതിന്റെ ഇടയിലൂടെ അവരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആക്രമണത്തിനിടെ സാസു അവരുടെ ഇടയിൽ പെട്ടുപോവുകയും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നതിനിടെ കുരങ്ങൻ അവിടേക്ക് വന്ന് തന്റെ ആയുധം കൊണ്ട് അവന്മാരെല്ലാം അടിച്ചു പഞ്ചറാക്കുകയും ചെയ്യുന്നു. അവിടെ വലിയ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സിംബ നോക്കുമ്പോൾ സ്കാർ അവിടെ നിന്ന് ഓടി മാറുന്നതായി കാണുകയും അവൻ സ്കാറിന്റെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു. സിംബ പിറകെ വരുന്നത് കണ്ട് അവൻ ഓടി മുകളിലേക്കൊക്കെ കയറുമെങ്കിലും അവിടെ വഴി തീർന്നു പോവുകയും മറ്റെങ്ങോട്ടും പോകാൻ കഴിയാതെ സ്കാർ നിൽക്കുമ്പോൾ സിംബ അടുത്തെത്തുകയും ചെയ്യുന്നു. എന്നെ കൊല്ലരുതെന്നും നിന്നോട് ഞാൻ യാചിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സ്കാർ അവന്റെ കാല് പിടിക്കാൻ ശ്രമിക്കുന്നു. നീ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് സിംബ പറയുമ്പോൾ, വൃത്തികെട്ട ശവന്തീനികളായിട്ടുള്ള കഴുതപ്പുലികളാണ് ഇതെല്ലാം ചെയ്തതെന്നും അവന്മാരെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നും കള്ളം പറയുന്നു. എന്നാൽ ഇതൊക്കെ അപ്പുറത്ത് നിന്ന് കഴുതപ്പുലികൾ കേൾക്കുകയാണ്. നിന്റെ കുടുംബത്തിലുള്ള ഒരാളാണ് ഞാൻ, എന്നെ ഒരിക്കലും നീ കൊല്ലരുതെന്നൊക്കെ സ്കാർ പറയുമ്പോൾ, ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ സിംബ പറയുന്നു. അപ്പോൾ ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ സിംബയോട് ചോദിക്കുമ്പോൾ, പണ്ട് തന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് ഓടിക്കൊള്ളാനും ഇനി ഒരിക്കലും ഈ രാജ്യത്തേക്ക് തിരിച്ചു വരരുതെന്നും സിംബ അവനോട് പറയും. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പതിയെ മുന്നോട്ട് നടന്ന് തീക്കനൽ സിംബയുടെ മുഖത്തേക്കിട്ട ശേഷം അവനെ അടിച്ച് താഴേക്കിടാൻ ശ്രമിക്കുന്നു. എന്നാൽ സിംബ തിരിച്ചും അവനെ അടിക്കുകയും രണ്ടുപേരും തമ്മിൽ കടുത്ത ആക്രമണം നടക്കുന്നതിനിടെ സിംബ സ്കാറിനെ അടിച്ച് അവിടെ നിന്ന് താഴേക്ക് ഇടുകയും ചെയ്യുന്നു. താഴേക്ക് പോയ സ്കാറിനെ കാണാതെ സിംബ നിൽക്കുകയാണ്. ഈ സമയം താഴെ എത്തിയെങ്കിലും സ്കാർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ പതിയെ എഴുന്നേൽക്കുമ്പോഴേക്കും കഴുതപ്പുലികളെല്ലാം അവിടേക്ക് വരികയും ഞങ്ങൾ വൃത്തികെട്ട ശവന്തീലികളാണെന്നും ഞങ്ങളെ കൊല്ലാനാണ് താൻ നോക്കിയതെന്നുമല്ലേ അവനോട് പറഞ്ഞതെന്നൊക്കെ അവർ ചോദിക്കുന്നു. എല്ലാവരും
എല്ലാവരും തനിക്കെതിരെ തിരിയുന്നത് കണ്ട് ഞാനതൊക്കെ കള്ളം പറഞ്ഞതാണെന്നൊക്കെ സ്കാർ പറയുമെങ്കിലും അവരാരും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. താൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കഴുതപ്പുലികളുടെ വയറ് ഒരിക്കലും നിറയാറില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂട്ടത്തോടെ സ്കാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെ അന്ന് യുദ്ധമെല്ലാം കഴിഞ്ഞ് സിംബ അമ്മയുടെ അടുത്തേക്ക് വരികയും അവരോടൊപ്പം നിൽക്കുന്നതിനിടെ കുരങ്ങൻ അവിടേക്ക് വന്നുകൊണ്ട് നീയാണ് ഇനി ഇവിടുത്തെ രാജാവെന്ന് അവന്റെ മുഖത്ത് നോക്കി കാണിക്കുകയും ചെയ്യും. ഇതോടെ അവൻ നേരെ സിംഹാസനത്തിന്റെ ഏറ്റവും മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കുന്നു. അവിടെ നക്ഷത്രങ്ങൾ കണ്ട് അവൻ ഉറക്കെ അലറുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ആ രാജ്യമാണ്. ജീവികളെല്ലാവരും രാജാവിന്റെ സിംഹാസനത്തിനടുത്തേക്ക് പണ്ടത്തെ പോലെ തന്നെ ഒരുമിച്ച് കൂടുന്നു. മുകളിൽ സിംബ നിൽക്കുകയാണ്. അവന് ഇപ്പോൾ ഒരു കുഞ്ഞ് പിറന്നിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ഭാവി രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സിംബയുടെ മകനെ പൊക്കി കാണിക്കും. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. $250 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $1663 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.